തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കട്ടെ. നാം എത്ര അനുഗ്രഹീതരാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്രയോ പേർ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ 2017 ആണ്ട് അവർക്ക് പലർക്കും ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം അവൻ്റെ കരുണയാൽ നമ്മെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. അനന്തമായ ദൈവസ്നേഹത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജൈത്രയാത്ര തുടരാം. അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിൽ ദൈവവചനത്താൽ നയിക്കപ്പെടുന്നത് എത്ര ധന്യമായ അവസ്ഥയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്ന്. ഈ വർഷം ദൈവിക ചിന്തകളാൽ ദൈവവചനത്താൽ നയിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളുടെ സാങ്കത്യം അത് എല്ലാ കാലത്തും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യേശു പറഞ്ഞ ഓരോ ഉപമയിലൂടെയും
ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നല്ല ചിന്തകൾ നമുക്ക് ലഭിക്കുന്നു എന്നത് എത്ര സന്തോഷകരമായ വസ്തുതയാണ്. ഇന്ന് ഈ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ഒരു ഉപമയാണ്. ആ ഉപമയുടെ സാരാംശം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് ഈ പുതുവർഷത്തിലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും, സംശയമില്ല. അവിടെ കാണുന്ന ആ ഹൃദ്യമായ ഉപമ നമുക്ക് വളരെ പരിചിതമായ ഉപമയാണ്. ധനവാനായ മനുഷ്യൻ്റെ കഥ. സമ്പന്നനായ ആ മനുഷ്യൻ വളരെ വളരെ അധ്വാനിച്ചു. അവൻ്റെ അധ്വാന ശേഷിയുടെ പരിണത ഫലമായും ബുദ്ധിപൂർവമായ അവൻ്റെ അധ്വാനശേഷിയുടെ ഉപയോഗവും ചേർന്നപ്പോൾ അതുവരെ അവൻ്റെ ജീവിതത്തിൽ, കാർഷിക ജീവിതത്തിൽ അവന് ലഭിക്കാത്ത വലിയ വിളവ് ലഭിച്ചു. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വിളവ് സമൃദ്ധിയായി ഉണ്ടാകുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവമാണ്. സംശയമൊന്നുമില്ല, യേശു പറഞ്ഞ കഥയിലെ സമ്പന്നനായ മനുഷ്യനും അവൻ്റെ കൊയ്ത്തുകാലം ഒരു ഉത്സവമായി അവൻ ആഘോഷിച്ചു. എല്ലാ കാലത്തേക്കാളും അധികമായി വിളവ് ലഭിച്ചതുമൂലം അവനെ അവൻ്റെ പണ്ടാരശാല അത് വികസിപ്പിക്കേണ്ടതായി വന്നു എന്നതും യാദൃച്ഛികം തന്നെ. ബുദ്ധിമാനായ, ഭാവിയെക്കുറിച്ച് കൂടുതൽ കരുതലുള്ള ആ ധനവാനായ മനുഷ്യൻ തൻ്റെ പണ്ടകശാല പൊളിച്ചു പണിത് വലുതാക്കി, ദൃഢമുള്ളതാക്കി, അതിൽ അവന് ലഭിച്ച അവൻ്റെ വിളവുകൾ അവൻ ശേഖരിച്ചു വെച്ചു. എന്താണതിൽ തെറ്റ്? ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ആ സന്തോഷം നിറഞ്ഞ രാത്രികളിൽ ഒന്നിൽ ദൈവം അവൻ്റെ ആത്മാവിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കർത്താവ് ആ ഉപമയിൽ ആ ചോദ്യത്തിന് ഏറെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? തുടർന്ന് ദൈവം അവനോട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കാണും. അതാണ് കർത്താവ് ഈ ഉപമയുടെ സാധന പാഠമായി പറയുന്നത്. ദൈവവിഷയമായി സമ്പന്നനാകാത്ത എല്ലാവരുടെയും അവസ്ഥ ഇതാണ് എന്ന്. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് 2017 ഓരോ ദിവസങ്ങളിലെയും ചെയ്തികളെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പുതുവർഷത്തിലെ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്പം ധ്യാനാത്മകമായി ആ കഥയിലെ ദൈവം ധനികനായ ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം ഒന്ന് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഈ ഭാഗത്ത് നിന്ന് പുതുവർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ഏതാനും ചില ചിന്തകൾ പങ്കിട്ട് ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ജീവിത മേഖലകളിൽ വിജയശ്രീ ലാളിതനായി തീർന്ന ഈ ധനികനായ മനുഷ്യനോട് ഇത്രമാത്രം കഠിനമായ ഒരു ചോദ്യം ചോദിച്ചു? വളരെ സമർത്ഥനായ കൃഷിക്കാരനായ ഈ മനുഷ്യനെ ദൈവം എന്തുകൊണ്ട് മൂഢ എന്ന് വിളിച്ചു? ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാമത് കാരണം, ഭാവിയുടെ കർത്താവും അധിപനുമായി അവൻ തന്നെ തന്നെ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ദൈവം അവനെ മൂഢ എന്ന് വിളിച്ചത്.
ഭാവിയുടെ കർത്താവായി, ഭാവിയിലെ എല്ലാ സംഭവ വികാസങ്ങളുടെയും അധിപനായി മൂഢനായ മനുഷ്യൻ, ധനികനായ മനുഷ്യൻ തന്നെ തന്നെ സ്ഥാപിക്കുകയാണ്, നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അടുത്ത നിമിഷത്തെക്കുറിച്ച് ഒരു പൂർണ്ണമായ വാക്ക് പറയുവാൻ നമുക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? തൻ്റെ മേഖലയിൽ, തൻ്റെ കാർഷിക വൃത്തിയിൽ വിജയശ്രീ ലാളിതനായി തീർന്ന ആ മനുഷ്യൻ അവൻ തന്നെ തന്നെ മറക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ദ്രവ്യ സമൃദ്ധിയിൽ ഹഠാത് ആകർഷിക്കപ്പെട്ട ആ മനുഷ്യൻ പറയുകയാണ്, ദീർഘനാളുകൾ ജീവിക്കുവാനുള്ള വക ഇതാ ഞാൻ എൻ്റെ കളപ്പരയിൽ കൂട്ടിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദീർഘനാളത്തേക്ക് എനിക്ക് സന്തോഷിക്കാം. അതിന് പറയുന്നത് എങ്ങനെയാണ്? തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക. ജീവിതത്തിൽ തൻ്റെ ഭാവിയെ നിർമ്മിക്കുന്നത്, തൻ്റെ ഭാവിയുടെ ഉടമസ്ഥൻ താനാണ് എന്ന ചിന്ത ആ മനുഷ്യനെ ഭരിച്ചുപോയി. ആ നിമിഷത്തിലാണ് ദൈവം അവൻ്റെ അന്തരാത്മാവിൽ ചോദിക്കുന്നത്, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഒരു നിമിഷം ഓർത്തു നോക്കുക. നാമും ഈ പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകലമായ സാധ്യതകളോടും കൂടെ ഈ വർഷത്തിൻ്റെ അവസാനം വരെ ജീവിക്കാം എന്ന് ചിന്തിച്ച് നനച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. സ്വപ്നം കാണുന്നത് ഒരു തെറ്റാണോ? ഭാവിയെക്കുറിച്ച് രൂപകൽപ്പന ചെയ്യുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ എന്താണ് ദൈവസന്നിധിയിൽ അത് ശരിയല്ലാതായി തീരുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ സകല ഭാവിയെക്കുറിച്ചും തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം എന്നിലുണ്ട് എന്ന് ചിന്തിച്ച് ഉറച്ചിരിക്കുന്നതാണ് ദൈവസന്നിധിയിൽ ഓരോ മനുഷ്യനും മടയന്മാരായി, മടയകളായി തീരുന്നത്. ലിയോ ടോൾസ്റ്റോയ് എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥാ സമാഹാരമുണ്ട്. അതിന് ടോൾസ്റ്റോയ് നൽകിയിരിക്കുന്ന തലക്കെട്ട് വാട്ട് മെൻ ലിവ് ബൈ. ഈ കഥാസമാഹാരത്തിൽ ഒരു കഥ ഇങ്ങനെയാണ്. ഒരു രാജ്യത്തിലെ രാജാവ്, വളരെ ഭരണ നിപുണനായ രാജാവ്, ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വെള്ളി രേഖകളിൽ രേഖപ്പെടുത്തുവാൻ കഴിയും. അദ്ദേഹം ഒരു ഷൂസ് ഉണ്ടാക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. രാജ്യത്തിൽ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല തുകിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ആ തുകിലുമായി ഒരു രാജ്യസേവകനെ ആ രാജ്യത്തിലെ ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. രാജ്യസേവകനോട് പറയുകയാണ്, ദീർഘനാൾ ഉപയോഗിക്കത്തക്ക തരത്തിൽ ഈടുറ്റതും എന്നാൽ രാജാവിന് കാലിൽ ധരിക്കുവാൻ മനോഹരമായ ഒരു ജോഡി പാദരക്ഷകൾ, ഷൂസുകൾ ഈ തുകിൽ കൊണ്ട് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുവാൻ സേവകനോട് പറയുന്നു. രാജകൽപ്പന അനുസരിച്ച് ഈ സേവകൻ ഇതാ ആ ചെരുപ്പുകുത്തിയുടെ പണിപ്പുരയിലേക്ക് ചെല്ലുകയാണ്. രാജഭൃത്യൻ വരുന്നത് കണ്ടപ്പോൾ ഈ ചെരുപ്പുകുത്തി അമ്പരന്ന് പോയി. കാരണം അന്വേഷിച്ചപ്പോൾ രാജസേവകൻ പറയുന്നു, ഇതാ ഈ തുകിൽ കൊണ്ട് രാജാവിനെ ദീർഘകാലം ജീവിക്കുവാൻ, ഉപയോഗിക്കുവാൻ അതിമനോഹരമായ ഒരു ജോഡി പാദരക്ഷകൾ ഉണ്ടാക്കണം. തുടർന്ന് പറയുകയാണ്, പാദരക്ഷകൾ നിർമ്മിക്കുന്നതിൽ വരുന്ന പാകപ്പിഴവിന് മരണശിക്ഷയായിരിക്കും ഫലം. രാജസേവകൻ പണിപ്പുര വിട്ട് അകന്നുപോയി. പാവം ചെരുപ്പുകുത്തി തൻ്റെ കയ്യിൽ ലഭിച്ച ഈ തുകിലുമായി വളരെ ആലോചിച്ച് ഭയപ്പാടോടുകൂടെ ഇരിക്കുകയാണ്. അദ്ദേഹം ആ തുകിൽ ശ്രദ്ധയോടുകൂടെ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിലുള്ള ഷെൽഫിൽ കയറ്റി വെച്ചു.
അദ്ദേഹത്തിന് ആകെ ഭയമായിപ്പോയി. ഈ ചെരുപ്പിൻ്റെ നിർമ്മാണത്തിൽ വന്ന പാകപ്പിഴവ് രാജാവിൻ്റെ കോപത്തിനും ശിക്ഷയ്ക്കും കാരണമായി തീരും. പക്ഷേ രാത്രിയായപ്പോൾ മറ്റൊരു രാജസേവകൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിൽ വന്നു നിന്നു. അദ്ദേഹം വളരെ ശോകമൂകഭാവത്തോടു കൂടെയാണ് വന്നത്. ചെരുപ്പ് കുത്തി കാര്യമന്വേഷിച്ചു. ഈ രാജസേവകൻ പറഞ്ഞു, ആ തുകിൽ കൊണ്ട് ഇനി പാദരക്ഷകൾ ഉണ്ടാക്കേണ്ട. ചെരുപ്പ് കുത്തി ചോദിച്ചു, എന്താണ് കാരണം? വളരെ ദുഃഖത്തോടുകൂടെ രാജസേവകൻ പറഞ്ഞു, അല്പനിമിഷങ്ങൾക്ക് മുമ്പ് രാജാവ് മരണപ്പെട്ടു പോയി. ദീർഘനാളുകൾ ഉപയോഗിക്കുവാൻ വളരെ മനോഹരമായ ഈടുറ്റ ചെരുപ്പുകൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച രാജാവ് ദീർഘനാളുകൾ ജീവിക്കാം എന്ന് ഉറപ്പോടുകൂടെ തനിക്ക് വേണ്ടി ഒരു ജോഡി പാദരക്ഷകൾ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ആ രാജാവിനെ ആ സ്വപ്നം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ടോൾസ്റ്റോയ് ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഏത് വായനക്കാരനെയും ചിന്തിപ്പിക്കുന്ന വളരെ സംഗതമായ ചോദ്യം. വാട്ട് ഈസ് നോട്ട് ഗിവൺ ടു മെൻ? എന്താണ് മനുഷ്യന് ദൈവം കൊടുക്കാതിരിക്കുന്നത്? എന്താണ് കൊടുക്കാതിരുന്നിട്ടുള്ളത്? മറ്റൊന്നുമല്ല, ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് ദൈവം മനുഷ്യനെ പൂർണ്ണമായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ ദിവസത്തിൻ്റെയും ഓരോ നിമിഷത്തിൻ്റെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് കനിഞ്ഞ് അരുളി നൽകുന്ന വലിയ സമ്മാനമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ പുതുവർഷവും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് ജീവിതത്തിൽ ഓരോ നിമിഷവും ധന്യമായി, ദൈവത്തോട് നന്ദിയുള്ളവരായി, ദൈവപ്രതിബദ്ധതയുള്ളവരായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ നവവത്സരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ധനികനായ സമർത്ഥനായ ആ മനുഷ്യൻ അവൻ മൂഢനായി തീർന്നതിൻ്റെ കാരണം അവൻ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് ദൈവത്തെ കൂടാതെ സ്വപ്നം കണ്ടു. ഭാവിയുടെ കർത്താവായി അവൻ അവനെ തന്നെ സ്ഥാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ദൈവം ദാനമായി തരുന്ന ഈ പുതുവർഷത്തിൽ ദൈവമാണ് ജീവിതത്തിൻ്റെ കർത്താവ്, ഭാവിയെ നിർണ്ണയിക്കുന്നവൻ എന്ന് ചിന്തിച്ച് ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരായി, ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, ഈ മനുഷ്യൻ മൂഢനായിത്തീരുവാനുള്ള മറ്റൊരു കാരണം അവൻ്റെ കരുതലാണ്, മാനുഷികമായിട്ടുള്ള കരുതലാണ് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് അവൻ വെറുതെ നനച്ചുപോയി. മനുഷ്യൻ്റെ കരുതൽ വ്യർത്ഥമാണ് എന്ന് ഈ ധനികനായ കൃഷിക്കാരനിലൂടെ ദൈവം നമുക്ക് ഒരു സാധന പാഠം നൽകുകയാണ് ചെയ്യുന്നത്. കളപ്പുരയിൽ കൂട്ടിവെച്ച അവൻ്റെ ദ്രവ്യസമൃദ്ധി, അതിനെ നോക്കി അവൻ്റെ ഭാവി ഭാസുരമാക്കാം എന്ന അവൻ്റെ വ്യാമോഹം വ്യർത്ഥമാണ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, നീ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന അധ്വാനം ചെയ്യുന്നതും വ്യർത്ഥമത്രേ. ദൈവമോ തൻ്റെ ഭക്തനെ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രയത്നം മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൂടെയാണ്. ദൈവത്തിൻ്റെ കൃപയും ചേർന്നാണ് മനുഷ്യജീവിതം ധന്യമായി, ഭാവി ഭാസുരമായി തീരുക. മറ്റൊരു സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ
വൃഥാ ജാഗരിക്കുന്നു. മനുഷ്യൻ്റെ പ്രയത്നം, മനുഷ്യൻ്റെ കരുതൽ, അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ കരുതലും കാവലും അർത്ഥവത്തായിത്തീരുന്നത് ദൈവ തിരുമനസ്സിലൂടെ ദൈവഹിതപ്രകാരം നമ്മെ നയിക്കുമ്പോഴും നാം നയിക്കപ്പെടുമ്പോഴുമാണ്. ടോൾസ്റ്റോയിയുടെ കഥാസമാഹാരത്തിൽ മറ്റൊരു കഥ നാം വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ഉടനെ ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം മീഖായേൽ ദൂതനെ നിയമിക്കുകയാണ്. മീഖായേലിനോട് ആ അമ്മയുടെ പൂർണ്ണ വിശദീകരണങ്ങൾ നൽകി ദൈവം പറഞ്ഞു, ആ അമ്മയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന്. മീഖായേൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ 2 ഇരട്ട കുഞ്ഞുങ്ങളുടെ അമ്മ ഉടനെ ജന്മം നൽകിയതേ ഉള്ളൂ. അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിയോഗത്തിന് അദ്ദേഹം മുതിർന്നില്ല. കാരണം മീഖായേലിനെ ഈ അമ്മയെയും ഇരട്ട കുഞ്ഞുങ്ങളെയും കണ്ടപ്പോൾ അലിവ് തോന്നി. ആ അമ്മയുടെ ജീവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെന്നു. ദൈവത്തോട് പറഞ്ഞു, ദേ കനോട്ട് ലിവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ. കാരണം ആ കുട്ടികളുടെ പിതാവിനെ നേരത്തെ ദൈവസന്നിധിയിൽ ചേർത്തിരുന്നു. ഇനി അവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മീഖായേൽ പറയാണ്, ദേ കനോട്ട് ലിവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ. അമ്മയോ അപ്പനോ ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന്. ദൈവകൽപ്പന പാലിക്കാത്ത മീഖായേലിനെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. മീഖായേൽ ദൂതനെ 12 വർഷം ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുവാൻ ദൈവം അയക്കുന്നു. മീഖായേൽ ഇതാ മനുഷ്യനായി ഈ ലോകത്തിൽ 12 വർഷം ജീവിക്കുകയാണ്. 12 വർഷത്തിൻ്റെ ഒടുവിൽ ഒരു തെരുവിൽ സുന്ദരികളായ 2 പെൺകുട്ടികളെയും അവരോടുകൂടെ മറ്റൊരാളെയും കണ്ടു. അപ്പോൾ മീഖായേലിന് മനസ്സിലായി, അന്ന് അവിടെ കണ്ട ആ 2 കുഞ്ഞുങ്ങളാണ്. ദൈവം മീഖായേലിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിനോടൊപ്പം തന്നെ ആ അമ്മയുടെ ജീവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ തെരുവിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളെ കണ്ടെത്തുമ്പോൾ അവർക്ക് അമ്മയില്ല, പിതാവില്ല. പക്ഷേ അവരോടുകൂടെ മാതൃതുല്യമായ മറ്റൊരു വ്യക്തിത്വത്തെ കണ്ടു. ആ നിമിഷം ദൈവം മീഖായേലിനെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പാഠം അവിടെ പഠിക്കുകയാണ്. ആ കുട്ടികളെ കണ്ടെത്തിയ നിമിഷം മീഖായേൽ പറയുന്നു, വൺ മേ ലിവ് വിതൗട്ട് മദർ ഓർ ഫാദർ, ബട്ട് വൺ കനോട്ട് ലിവ് വിതൗട്ട് ഗോഡ്. വാട്ട് മെൻ ലിവ് ബൈ, മാൻ ലിവ് ബൈ ഗോഡ് ഓൺലി. ഒരുവിനെ അമ്മയില്ലാതെ അപ്പനില്ലാതെ ജീവിക്കാം, പക്ഷേ ഒരു വ്യക്തിക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കുന്നത് അസാധ്യം. ഒരുവിനെ ദൈവത്തെ കൊണ്ടും മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുക. മൂഢനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിനോ ദൈവിക കരുതലിനോ യാതൊരു സ്ഥാനവും അവൻ കൽപ്പിച്ചില്ല. ദൈവസന്നിധിയിൽ അവൻ മഠയനായി തീർന്നു. ഈ പുതുവർഷത്തിൽ നമുക്കോർക്കാം, ദൈവത്തിൻ്റെ കരുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവം കരുതുമ്പോഴാണ് ജീവിതം സന്തോഷപൂർണ്ണമായി തീരുക. അതെ, ജീവിതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ദൈവമാകുന്നു. ജീവിതത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി തീരുന്നത് ദൈവത്തോടു കൂടെ നാം ജീവിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. പ്രിയ ശ്രോതാക്കളെ, ഈ പുതുവർഷത്തിൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഭാവി നിർണ്ണയിക്കുന്നു എന്നും അവനാണ് ജീവിതത്തിൻ്റെ കർത്താവെന്നും ദൈവത്തെ കൂടാതെയുള്ള ജീവിതം ഒരിക്കലും സംതൃപ്തിയും സമാധാനവും നൽകിയില്ല എന്നും നമുക്കോർക്കാം.
അവൻ്റെ കൃപയിൽ, ദൈവിക ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതു നവവത്സരം ആസ്വദിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.